LDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി. പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പുറപ്പെടുന്ന റാലി AKG റോഡ് പരിസരത്തെ സമ്മേളന വേദിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വിവിധ വാദ്യഘോഷങ്ങളോടെ തുടങ്ങിയ റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് ഞാൻ വെച്ചു തരാം. രാഹുൽ ഗാന്ധി പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ APCC പറഞ്ഞു 100 വീട് ഞങ്ങളുടെ വക. ലീഗ് പറഞ്ഞു 100 വീട് ഞങ്ങളുടെ വക. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് ഞങ്ങളുടെ വക. 30 വീട് വെച്ചു കൊടുക്കുന്നെന്നും പറഞ്ഞ വിദ്വാൻ ഇപ്പോൾ ഒളിവിലാണ്. പിരിച്ച കാശ് വെള്ളത്തിലായി. ഒരാളുടെയും വീടുണ്ടായില്ല. പക്ഷെ സർക്കാർ പ്രഖ്യാപിച്ച 402 വീടുകളുടെ വാർപ്പ് കഴിഞ്ഞ ആഴ്ച തുടങ്ങി. രാവും പകലുമില്ലാതെ വീടിന്റെ നിർമ്മാണം നടക്കുകയാണ്. രാത്രിയിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ജനുവരി മാസത്തിൽ എങ്ങനെയാണ് ഒരു നാട് ഏത് ദുരന്തത്തെയും അതിജീവിക്കുക എന്നതിന് ലോകത്തിന്റെ മുമ്പിലുള്ള ഉത്തമമായ മാതൃകയായി ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഈ ജനുവരി മാസത്തിൽ നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റ് ഒരു നാട്ടിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും എങ്ങനെ അതിജീവിക്കും എന്നതിന്റെ ഉദാഹരണമാണ്. ഇപ്പോ കോൺഗ്രസിനെ വിശ്വസിച്ച് 15 ലക്ഷം വാങ്ങിപ്പോയ ആളുകൾ പെരുവഴിയിലായി. അല്ലെങ്കിൽ അവർക്ക് ഈ ടൗൺഷിപ്പിൽ വീട് കിട്ടുമായിരുന്നു. ഇനി അവര് സ്വന്തമായി സ്ഥലം കണ്ടെത്തി വീട് വെക്കണം. കാരണം കോൺഗ്രസ്സുകാർ പറ്റിച്ചിട്ടുണ്ട്. 4,71,442 വീടാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തത് LDF ഗവൺമെന്റ്. പ്രതിപക്ഷ നേതാവ് തന്നെ സംബന്ധിച്ചു 4,60,000 വീട് പൂർത്തിയാക്കിയെന്ന്. അദ്ദേഹം ചോദിച്ചു 4,60,000 അല്ലേ ഉണ്ടാക്കിയുള്ളൂ എന്നാണ്. കൃത്യം കണക്ക് പറയാം, ഞാനാണല്ലോ അതിന്റെ മന്ത്രി. 4,21,442 വീട് പൂർത്തിയായി. 1,27,000 വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരിയിൽ എത്ര? 900 വീടാണ് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മാത്രം ഉണ്ടാക്കിയെന്ന് ചെയർമാൻ പറയുന്നത്.
കേരളത്തിലാകെ പൂർത്തിയായ 4,71,442 നിർമ്മാണം നടക്കുന്ന 1,27,000 ചേർത്താൽ 5,98,000 വീട് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് നിർമ്മിച്ചിട്ടുള്ളത്? 4 ലക്ഷം രൂപയാണ് നമ്മളൊരു വീടിന് കൊടുക്കുന്നത്. കേരളം വീട് വയ്ക്കാൻ ചെലവഴിച്ച തുക 18,885.58 കോടി. കൃത്യം കണക്കാണ്. ഏതാണ്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച കാശ് പോലെയല്ല, കൃത്യം കണക്കാണ്. CPIM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി. CPI ജില്ലാ കമ്മിറ്റി അംഗം പി കബീർ, INL നേതാവ് ടി മുഹമ്മദ് അലി, LDF മുനിസിപ്പൽ ചെയർമാൻ KK സൈതലവി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C ജയകൃഷ്ണൻ, M സിജു, P രാമചന്ദ്രൻ, O സുലേഖ, PK സുജിത്ത് എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി.